നമസ്കാരം. ഇന്നത്തെ കഥാനേരത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ജപ്പാനിലെ ഒരു ഗ്രാമത്തിൽ സദാസമയവും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവരുടെ മൂത്ത മകൾ വിവാഹം കഴിച്ചത് ഒരു കുടയുണ്ടാക്കുന്ന കച്ചവടക്കാരനെയായിരുന്നു. അവരുടെ ഇളയ മകൾ വിവാഹം കഴിച്ചത് നൂഡിൽസ് ഉണ്ടാക്കുന്ന കച്ചവടക്കാരനെയും. നല്ല വെയിലുള്ള ദിവസങ്ങളിൽ ആ സ്ത്രീ വളരെയധികം വിഷമത്തോടെ പറയും, ഇന്ന് നല്ല തെളിഞ്ഞ ദിവസമാണ്, മഴമേഘങ്ങൾ ഒട്ടും തന്നെയില്ല. എന്റെ മൂത്ത മകളുടെ കുടകളൊന്നും ഇന്ന് വിറ്റുപോകയില്ല. അവളുടെ കട അടച്ചിടേണ്ടി വരും. ഈ ചിന്തയാൽ അന്നത്തെ ദിവസം മുഴുവൻ അവർ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ മഴയുള്ള ദിവസങ്ങളിൽ അവർ പറയും, എന്റെ മകളുടെ നൂഡിൽസ് ഒന്നും ഈ മഴയിൽ ഉണങ്ങുകയില്ല. അതുകൊണ്ട് വിൽക്കാനും പറ്റില്ല. അവർ എങ്ങനെ ജീവിക്കും? ഈ ചിന്തയിൽ നിസ്സഹായായി കരയാൻ തുടങ്ങും. ഈ കാര്യങ്ങൾ കൊണ്ട് ഈ സ്ത്രീ എല്ലാ ദിവസവും കരഞ്ഞുകൊണ്ടേയിരിക്കും. വെയിലായാലും മഴയായാലും അവരുടെ മക്കളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരുടെ അയൽക്കാരും നാട്ടുകാരും അവരെ കരയുന്ന സ്ത്രീ എന്ന് കളിയാക്കി വിളിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ തന്റെ ദുഃഖത്തിന് പരിഹാരം തേടി ആ സ്ത്രീ ഒരു സന്യാസിയെ കാണാൻ ചെന്നു. സന്യാസിയോട് താൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞു. സന്യാസി ആശ്ചര്യത്തോടെ അവർ പറയുന്നത് മുഴുവനും കേട്ടു. ഒരു പുഞ്ചിരിയോടെ മറുപടി പറഞ്ഞു, ഇത് വളരെ നിസ്സാരമായ കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ മാറ്റം വരുത്തിയാൽ മാത്രം മതി. വെയിലുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ മൂത്ത മകളെ കുറിച്ചോ അവരുടെ കുടകൾ വിൽക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കരുത്. ഇളയ മകളെ കുറിച്ച് ചിന്തിക്കുക. വെയിലുള്ളതിനാൽ ഇളയ മകൾക്ക് നന്നായി നൂഡിൽസ് ഉണക്കുവാൻ സാധിക്കും. അത് നല്ല രീതിയിൽ വിൽക്കുവാനും കഴിയും. അവരുടെ അന്നത്തെ വ്യാപാരം ലാഭകരവുമായിരിക്കും. മഴയുള്ള ദിവസങ്ങളിൽ ഇളയ മകളെ കുറിച്ച് ചിന്തിക്കേണ്ട, മൂത്ത മകളെ കുറിച്ച് ചിന്തിക്കൂ. മഴയായതുകൊണ്ട് ആളുകളെല്ലാം കുട വാങ്ങാൻ അവരുടെ കടയിലെത്തും. അവരുടെ വ്യാപാരം നല്ല രീതിയിൽ നടക്കും. സന്യാസി പറഞ്ഞതെല്ലാം സന്തോഷത്തോടെ അവർ കേട്ടു. ആ നിർദ്ദേശങ്ങളെല്ലാം പാലിക്കാൻ തുടങ്ങി. പിന്നീട് ആരും അവരെ കരഞ്ഞു കണ്ടിട്ടില്ല. സന്തോഷത്തോടെ അവർ ജീവിക്കുവാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ഒരു നാണയത്തിന് രണ്ട് വശങ്ങൾ എപ്പോഴുമുണ്ട്. വാസ്തവത്തിൽ ആ സ്ത്രീ ഒന്നും പുതിയതായി ചെയ്തിട്ടില്ല. തന്റെ കാഴ്ചപ്പാടുകൾ മാറ്റി, തന്റെ ജീവിതവും മാറി. ഇതാണ് സന്തോഷകരമായ ജീവിതത്തിന്റെ രഹസ്യം. നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് സ്നേഹത്തോടെ സന്ധ്യ.